കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ, ഒരു കൊച്ചു സുന്ദരി മമ്മൂക്കാനെ ഹഗ് ചെയ്യുന്നൊരു വീഡിയോ കണ്ട് ഭയങ്കര ഫീൽ ഗുഡ് ഫീലിങ്ങോട് കൂടിയിട്ട് നമ്മളെല്ലാവരും ചിരിച്ചിരുന്നു. ആ ആളെ നേരിട്ട് ഞാനിങ്ങ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ കിടന്ന് ഉറങ്ങിയാലും കുഴപ്പമില്ല കണ്ടിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞിരിക്കായിരുന്നു. മമ്മൂക്ക എൻട്രി ചെയ്തപ്പോ എന്റെ കൈയും കല്ലും മുറിച്ചു തുടങ്ങി. മമ്മൂക്കയുടെ ചിരിയിൽ എന്നെ എല്ലാം ഉണ്ടായിരുന്നു. ഹഗ് ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോ അമ്മയുടെ രണ്ട് കണ്ണിങ്ങനെ നിറഞ്ഞിക്ക. ഇപ്പൊ പൊട്ടും എന്ന രീതിയിൽ നിറഞ്ഞിക്കായിരുന്നു. ശിഖ എങ്ങാനും ഇതിൽ കയറി ഫേമസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേളാങ്കണ്ണി പോയി തല മൊട്ടടിക്കും എന്ന് പറഞ്ഞു. ഇപ്പൊ എല്ലാവരും വൈറൽ ശിഖ എന്നാ വിളിക്കുന്നത്. ബേസിലേട്ടന്റെ ചിരി എന്റെ പൊന്നു, എന്റെ നെഞ്ചത്ത് തറച്ചു കയറിയ ചിരി. ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ടു ബോളിവുഡ് മിക്സ് വിത്ത് മീനാക്ഷി. കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻസ്റ്റഗ്രാമിലൂടെയും സോഷ്യൽ മീഡിയാസിലും ഒക്കെ ഒരു വീഡിയോ, ഒരു കൊച്ചു സുന്ദരി മമ്മൂക്കാനെ ഹഗ് ചെയ്യുന്നൊരു വീഡിയോ കണ്ട് ഭയങ്കര ഫീൽ ഗുഡ് ഫീലിങ്ങോട് കൂടിയിട്ട് നമ്മളെല്ലാവരും ചിരിച്ചിരുന്നു. ഒരു ചെറു പുഞ്ചിരി ആ വീഡിയോ കണ്ടിട്ട് നമ്മുടെ എല്ലാവരുടെയും മുഖത്ത് വന്നിരുന്നു. ആ ആളെ നേരിട്ട് ഞാനിങ്ങ് കൊണ്ടുവന്നിരിക്കുകയാണ്. സോ ബോളിവുഡ് മിക്സിലേക്ക് സ്വാഗതം ശിഖ. താങ്ക് യു. ഞാനിപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഇരിക്കുകയാണ്. ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ. ഇപ്പൊ Cloud9 എന്ന് എനിക്ക് ഉറപ്പാണ്. എന്താണ് ഇപ്പോഴത്തെ ഫീലിംഗ്? ഇപ്പത്തെ ഫീലിങ് ഞാൻ അത്ര പെട്ടെന്നൊന്നും വൈറലാവും വിചാരിച്ചിട്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ വൈറലായി. ആ വീഡിയോയിൽ പറയുന്നുണ്ട് എനിക്കും വൈറലാവണം എന്ന്. വൈറലായി. ശരിക്കും വൈറലായി. എന്തായിരുന്നു അവിടെ നടന്നിരുന്ന പരിപാടി? ആ ഒരു കാരണമാണ് അമ്മ വർക്ക്ഷോപ്പ് അഭിനയം പഠിക്കാനൊക്കെ, ഡാൻസ് ഒക്കെ പഠിക്കാനായിട്ട് 2 ദിവസമായിരുന്നു. രചന മാം ആയിരുന്നു ടീച്ചർ. അപ്പൊ 1ാമത്തെ ദിവസം രസങ്ങളും ഭാവങ്ങളും പഠിപ്പിച്ചു. പിന്നെ ഒരു ഹോംവർക്ക് ആയിട്ട് എല്ലാ ഭാവങ്ങളും രസങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ഡ്രാമ കളിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കളിച്ചു. പിറ്റേ ദിവസം ഒരു ഡാൻസും പഠിപ്പിച്ചു. എല്ലാ ഭാവ രസങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഡാൻസ്. അപ്പൊ അതിനിടയ്ക്കാണ് മമ്മൂക്ക വരുന്നുണ്ട്. എല്ലാവരും ടിക്കറ്റൊക്കെ, ബസ്സിനും ട്രെയിനൊക്കെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ചിലരൊക്കെ മാറ്റി ബുക്ക് ചെയ്ത്. അപ്പൊ മമ്മൂക്കനെ കാണാൻ വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു. സമയത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. അതേപോലെ ഞങ്ങള് ബസ്സിനല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെ മമ്മൂക്കാനെ കണ്ടു. ഫേവറേറ്റ് ആക്ടർ ആണോ അദ്ദേഹം? അതെ. എത്ര നാളത്തെ ആഗ്രഹമാണ് അദ്ദേഹത്തെ മീറ്റ് ചെയ്യണം എന്നുള്ളത്? ഞാൻ ജനിച്ചിട്ട് എപ്പോ മുതലാണ് മമ്മൂക്കനെ കണ്ടിട്ടുള്ളത്? അപ്പം മുതൽ തുടങ്ങി. അയ്യോടാ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടാവും, ആരാണ് ശിഖ, എവിടെ നിന്നാണ്, എത്രയിലാണ് ഈ കൊച്ചുമിടിക്ക് പഠിക്കുന്നതെന്നൊക്കെ. അപ്പൊ നമുക്ക് അതൊക്കെ നേരെ ചോദിക്കാം. സോ ശിഖ എന്നാണ് പേര്. ശിഖ എത്രയിലാ പഠിക്കുന്നത്? ഞാൻ 9th പഠിക്കുന്നത്. അങ്കമാലി ഹോളി ഫാമിലിയിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പൊ അവിടുത്തെ എല്ലാവർക്കും ഞാൻ ഇങ്ങനെ വൈറലായതിന്റെ ഒരുപാട് സന്തോഷം. ഫ്രണ്ട്സ് ഒക്കെ എന്താ പറഞ്ഞ? അത് കേക്കട്ടെ. ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു വലുതായ മൈൻഡൊക്കെ വേണം കേട്ടോ, വല്ല ബസ് സ്റ്റോപ്പിൽ നിന്നൊക്കെ കാണുമ്പോ ആ മറ്റേ ഫ്രണ്ട് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബന്ധം വേണോട്ടോന്നൊക്കെ പറയാറുണ്ട്. ഒരു നടിയാകണം എന്നുള്ളതാണോ ശിവകുട്ടിയുടെ ആഗ്രഹം? അതെ, എന്റെ വലിയ ആഗ്രഹമാണ് നടിയാവണമെന്ന്. അമ്മയ്ക്കും ആഗ്രഹമുണ്ട്. വലിയ നടിയൊക്കെ ആയി ഞങ്ങൾ 4 ആൾക്കാരൊക്കെ അറിയണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇപ്പൊ ഒരുപാട് പേര് ഞങ്ങളെ അറിയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഭയങ്കര സന്തോഷം. ഓക്കെ, ഒരുപാട് പേര് അറിയുന്നുണ്ട്. ആസൻ ഇപ്പൊ പുറത്തൊക്കെ ഇറങ്ങുമ്പോ ആൾക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങിയോ? മമ്മൂക്ക കെട്ടിപ്പിടിച്ച കുട്ടിയല്ലേ പറഞ്ഞിട്ട്? റീസെന്റ് ഇപ്പൊ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാനും വിഷ് ചെയ്യുന്നു കേട്ടോ. ഇനി ഫാമിലിയിലേക്ക് വരാം. അമ്മ, അച്ഛൻ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്തൊക്കെയാണ്? ഞാനുണ്ട്, അമ്മയുണ്ട്, പപ്പയുണ്ട്, എനിക്കൊരു ചേട്ടനുണ്ട്, പിന്നെ ഒരു പെറ്റ് ഉണ്ട്, ഡോഗാണ്. കുക്കി എന്ന പേര്. ഓക്കെ, അമ്മ അച്ഛനൊക്കെ എന്ത് ചെയ്യുന്നു? അവർക്ക് ക്ലീനിങ് സർവീസ്, അതൊരു മിസ്റ്റർ ഹൗസിംഗ് കൺസൾട്ടൻസി ആണ്. അപ്പോൾ അതില് ടീമൊക്കെ ആയിട്ട് ഓരോ സ്ഥലത്ത് പോയി ക്ലീനിങ് സർവീസ് അവര് ആൾക്കാരെ ഇറക്കുന്നു, അങ്ങനെ ആയിട്ട് ആണ്. ഓക്കെ, ഇപ്പം ഈ ഒരു അഭിനയ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാനായിട്ട് അഭിനയിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പം ആ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് ആദ്യം കാണുന്നുണ്ട്. ഇത്രയും പേരെ കണ്ടിട്ട് എനിക്ക് പേടിയാവുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു മൊമെന്റ് ഒന്ന് പറയാമോ? ഇത്രയും സെലിബ്രിറ്റീസ് ആദ്യമായിട്ട് ഒരുമിച്ചാണോ കാണുന്നത്? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളൊക്കെ എൻ്റെ കൂട്ടുകാർ പറഞ്ഞതാണ്, എല്ലാവരും ചെറിയ ചെറിയ നടിമാരെ കണ്ട് തുടങ്ങിയിട്ടാണ് വലിയതിൽ എത്തുന്നത്. പക്ഷെ നീ ആദ്യം തന്നെ വലുതിൽ നിന്ന് ആണ് തുടങ്ങിയത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. സോ ട്രൂ. അത് ഭയങ്കര സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ പറഞ്ഞ കൂട്ടുകാരി, യു ആർ വെരി കറക്റ്റ് അബൌട്ട് ഇറ്റ്. അപ്പം ഇവരെല്ലാരെയും നേരിട്ട് കണ്ടപ്പോഴത്തേക്കും ആ സ്റ്റേജിൽ നിന്ന് ആ ഒരു സ്പീച്ച് പറയാൻ നേരം പേടിച്ചു പോയിരുന്നോ? എന്റെ കൈയും കല്ലും പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മമ്മൂക്ക എൻട്രി ചെയ്തപ്പോ എന്റെ കൈയും കല്ലും പറിച്ചു തുടങ്ങി.
ഓക്കെ, ആ മൊമെന്റ് അന്നത്തെ ദിവസം ഒന്ന് ഒന്ന് വിവരിച്ച് നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു തരാമോ? ഞങ്ങൾ ആദ്യം തന്നെ അവിടെ എത്തി, കുറച്ച് വൈകിപ്പോയെങ്കിലും ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, നേരത്തെ എത്തി. പിന്നെ അവിടുത്തെ കുറച്ച് ഹോംവർക്ക് കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞ് പിന്നെ ഡാൻസിലോട്ട് കടന്ന് പിന്നെ ഒരു വൈകുന്നേരത്തെ ഇൻ്റർവെല്, ജ്യൂസ് കുടിക്കൽ ഇൻ്റർവെല്ലായിരുന്നു. അപ്പോൾ അവിടെ പോയി ജ്യൂസ് കുടിച്ച് അപ്പോൾ രചന മാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ശബ്ദം കേട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി, എനിക്ക് മനസ്സിലായില്ല. ഞങ്ങൾ ജ്യൂസ് കുടിച്ച് തിരിച്ചു വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ടിക്കറ്റ് ബുക്ക് ചെയ്തവരൊക്കെ ഒന്ന് മാറ്റി ബുക്ക് ചെയ്യണം, കാരണം ചോദിച്ചപ്പോൾ മമ്മൂക്ക വരണ്ടെന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും എക്സൈറ്റ്മെൻറ്റ് കാണണമായിരുന്നു, എല്ലാവരും കണ്ണൊക്കെ നിറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ഒരു നിമിഷം. അപ്പോൾ എല്ലാവരും മാറ്റി ബുക്ക് ചെയ്ത് ചിലരൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇവിടെ കിടന്ന് ഉറങ്ങിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ മമ്മൂക്ക വന്നു, ഒരുപാട് പേര് ഫീഡ്ബാക്ക് പറയേണ്ട സമയം, സർട്ടിഫിക്കറ്റ് തരുന്നതിന് മുമ്പ് ഫീഡ്ബാക്ക് ആയിരുന്നു. അപ്പോൾ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അമ്മ അവിടെ നിന്ന് ചെല്ല് ഏഞ്ചലല്ലേ, ഡിഗർ അല്ലേ, പൊന്നു മോളല്ലേ എന്നൊക്കെ പറഞ്ഞ് ചെല്ലാം ഇങ്ങനെ പുഷ് ചെയ്തു. അപ്പോൾ ഞാനാണെങ്കിൽ അപ്പം എൻ്റെ കാലും കൈയും വരച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പെട്ടെന്ന് ചെന്ന് അവിടെ കയറി. പിന്നെ എൻ്റെ മനസ്സിൽ എന്തായിരുന്നു അത് ഞണ്ട് പറഞ്ഞു എൻ്റെ കൈയും. അപ്പോൾ സറയ മാം എന്നെ കെട്ടിപ്പിടിച്ച് ഞാൻ പറഞ്ഞു കൈയും കാലും വിറക്കിണ്ട്, പോട്ടെ മോളെ അതൊക്കെ ഉണ്ടാവും. ഭയങ്കര സപ്പോർട്ടായിരുന്നു സറയ മാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു, സപ്പോർട്ടിൽ തന്നെ പറഞ്ഞു. അപ്പോൾ സറയ മാം പിന്നെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമയിലൊക്കെ ചാൻസ് കിട്ടിയേ വിളിക്കണമെന്ന്. അപ്പോൾ സറയ മാം അതൊക്കെ നമുക്ക് സെറ്റാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സറയ മാം പോലെ തന്നെ അനന്യ മാം, പിന്നെ വിനുച്ചേട്ടൻ്റെ വൈഫ്, ഇവരൊക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പെട്ടെന്ന് ഇങ്ങനെ അവരോരോ സെക്കൻഡ് കൂടുമ്പം വന്നുകൊണ്ടിരിക്കും, നോക്കും, ഞങ്ങളെ നോക്കി സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഓരോ സമയം വന്നുകൊണ്ടുണ്ടായിരുന്നു, ഫുൾ സപ്പോർട്ടായിരുന്നു അവരുടെ വക. ആ ചേർത്ത് പിടിച്ചിട്ട് എന്താണ് മമ്മൂക്ക പറഞ്ഞത്? മമ്മൂക്കയുടെ ചിരിയിൽ തന്നെ എല്ലാം ഉണ്ടായിരുന്നു, ചിരിയിൽ എനിക്ക് എല്ലാം വായിക്കാൻ പറ്റി. അപ്പോൾ നല്ല മോളാണ്, അനുഗ്രഹം കിട്ടട്ടെ എന്നൊക്കെ ഇരുന്ന ചിരിയിൽ എനിക്ക് കാണാൻ പറ്റിയത്. അതല്ലാതെ പിന്നെ പേഴ്സണലി പോയി മിണ്ടാൻ പറ്റിയോ? പേഴ്സണലി പോയിട്ട് തിരക്കായിരുന്നല്ലോ, അപ്പോൾ സർട്ടിഫിക്കറ്റ് തരുമ്പോൾ ഫോട്ടോ എടുത്തു, അങ്ങനെയായിരുന്നു. ബാക്കി എല്ലാവർക്കും ഷേക്ക് ഹാൻഡ് കൊടുത്തപ്പോ ശിവകുട്ടിക്ക് മാത്രമാണ് ഹഗ് കിട്ടിയത്. അപ്പൊ കൂടെയുള്ള സ്റ്റുഡൻസ് ഒക്കെ എന്താ പറഞ്ഞത്? ഞാൻ ഹഗ് ചെയ്ത് തിരിച്ചു വന്നിരുന്നപ്പോ എൻ്റെ അടുത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു, വർക്ക്ഷോപ്പിൽ തന്നെ ഉണ്ടായിരുന്ന ചേച്ചിയായിരുന്നു. ചേച്ചി എനിക്ക് ഉമ്മ തന്നിട്ട് നന്നായി വരും എന്ന് പറഞ്ഞു. അപ്പൊ ആ ചേച്ചിയുടെ കണ്ണൊക്കെ ഇങ്ങോട്ട് നിറഞ്ഞിരിക്കുക. ഞാൻ വിചാരിച്ചു എന്താ ഇങ്ങനെയൊക്കെ കണ്ണൊക്കെ നിറഞ്ഞെന്ന് എനിക്ക് ഉമ്മൊക്കെ തന്നെ. അപ്പൊ എനിക്കാണെങ്കിൽ സങ്കടം വഹിക്കാൻ വയ്യാണ്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ അമ്മയുടെ രണ്ട് കണ്ണ് ഇങ്ങനെ നിറഞ്ഞിക്ക, ഇപ്പൊ പൊട്ടും എന്ന രീതിയിൽ നിറഞ്ഞിക്കായിരുന്നു. അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു ഈ ഒരു മൊമെന്റ് നടന്നപ്പോ ശേഷം? ഇത് വൈറലാകുന്ന അപ്പോഴും മേ ബി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ല, ആ സ്റ്റേജിൽ വെച്ച് പറഞ്ഞതുപോലെ തന്നെ ഇത് വൈറലായപ്പോഴൊക്കെ അവരുടെ ഒരു റിയാക്ഷൻ? അവര് പിന്നെ പപ്പയാണെങ്കിൽ വേളാങ്കണ്ണി പോയിട്ട് നേരത്തെ പറഞ്ഞതായിരുന്നു, ഈ വർക്ക്ഷോപ്പിലോട്ട് കയറുന്നതിന് മുമ്പ് പറഞ്ഞു ശിഖ എങ്ങാനും ഇതിൽ കയറി ഫേമസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേളാങ്കണ്ണി പോയി തല മൊട്ടടിക്കും എന്ന് പറഞ്ഞു. അതൊരു നേർച്ചയായിരുന്നു. തല മൊട്ട അടിച്ച ഞങ്ങള് പോവാ, ഞങ്ങൾ നാളെ പോവും. പഴനിയല്ല, വേളാങ്കണ്ണിക്ക് പോവും. അപ്പോൾ പഴനിയും പോകുന്നുണ്ട്, വേളാങ്കണ്ണിയും പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പപ്പ ഇങ്ങനെ പറഞ്ഞു എന്ന്. ഞാൻ വൈറലായതിൻ്റെ പിറ്റേ ദിവസം അമ്മ എന്നോട് വന്ന് കണ്ണൊക്കെ നിറഞ്ഞു പറയാ പപ്പ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മോളേന്ന്. സത്യം പറഞ്ഞാൽ അവർക്ക് സന്തോഷാണ്. എനിക്കത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ വേണ്ട. അപ്പൊ അമ്മ പറഞ്ഞു നേർച്ചയാണ്, ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഇനി എനിക്ക് ഇപ്പം ഈ ഇന്റർവ്യൂ നടക്കുമ്പോൾ ഷിഖേന്റെ അമ്മ എന്റെ സൈഡിൽ ഇരിക്കുന്നുണ്ട്, ആന്റിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നുണ്ട്. സോ ഐ ലൈക്ക് ടു ഹിയർ അബൌട്ട് യുവർ ഫാമിലി, അവരുടെ ഒരു സപ്പോർട്ടിനെ പറ്റിയിട്ടൊക്കെ. പിന്നെ എൻ്റെ ചേട്ടനാണ് ഫുൾ സപ്പോർട്ട്. ഞാൻ ഏതൊരു ദിവസം എന്തോ പറഞ്ഞു, മമ്മൂക്കേനെ പറ്റി എന്തോ പറഞ്ഞു, അന്ന് എനിക്ക് കിട്ടിയ അടി ചേട്ടൻ്റെന്ന്. എന്റെ പോനെ എന്റെ എങ്ങാനും മമ്മൂക്കേനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാന്ന് കുഞ്ഞായിരുന്നു ഞാൻ, അത്രയ്ക്കും ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല, ആ പ്രായത്തിലായിരുന്നു. അപ്പോൾ ചേട്ടനാണെങ്കിൽ ഫുൾ സപ്പോർട്ടായിരുന്നു എനിക്ക്. പിന്നെ ചേട്ടൻ അന്ന് വരാൻ പറ്റിയില്ല, അന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല മമ്മൂക്ക വരുന്നുണ്ടെന്ന്. അമ്മക്ക് എത്തിയതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പൊ ചേട്ടനാണെങ്കിലോ സങ്കടമായിരുന്നു, അന്ന് വന്നാൽ മതിയായിരുന്നു എന്നായിരുന്നു ചേട്ടൻ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ചേട്ടനും പപ്പയും അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല, വിളിച്ചിട്ടുണ്ട് പോവാ അങ്ങനത്തെ രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അമ്മ മാത്രം വന്നു, അപ്പോഴാണ് അറിയുന്നത് മമ്മൂക്ക വരണ്ടെന്ന്. ഞാൻ ചേട്ടനെ വിളിച്ച പിന്നെ ചേട്ടനെങ്ങനെ വരാൻ പറ്റുക, പപ്പയാണെങ്കിൽ ഒരു മീറ്റിങ്ങിലായിരുന്നു. അപ്പൊ അങ്ങനെ ഞാനും അമ്മയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം അമ്മ കണ്ടു മമ്മൂക്കനെ? കണ്ടു. അമ്മയുടെ ഇപ്പോഴും അമ്മ ഒരു ഷോക്കിന്നോ ആ ഒരു എക്സൈറ്റ്മെന്റ് പുറത്ത് വന്നിട്ടില്ല, അമ്മയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും. എന്നെ രാത്രിയൊക്കെ ഇല്ലേ ന്യൂസിലൊക്കെ കാണാൻ പറ്റും. അപ്പൊ രാത്രിയൊക്കെ എന്നെ അടുത്ത് വന്ന്
ഇങ്ങനെ കാണിച്ച് ഉമ്മ ഒക്കെ വന്നിട്ട് ഞാൻ എന്താ അമ്മ അമ്മയ്ക്ക് പറ്റിയേ. പിന്നെ രാവിലെ ഒക്കെ എണീക്കുമ്പോൾ ഓടി വരും. എനിക്കാണെങ്കിൽ രാവിലെ എണീക്കാനേ മടിയാ. അപ്പൊ ഓടി എന്നിട്ട് പറയും ശിഖയെ നോക്ക് നീ വൈറലായി. എന്നിട്ട് ഇങ്ങനെ കാണിച്ചു തരും ശിഖ വൈറലായി. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിക്ക ഉറക്കം വന്നിട്ട് എനിക്ക് സന്തോഷാണ്. ഉറക്കത്തുനിന്ന് എണീക്കാനും പറ്റുന്നില്ല, എന്ന് ചിരിക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഇവിടെ അങ്ങനെ കിടന്നിട്ട് ഞാൻ ചിരിക്കും. അങ്ങനെയായിരുന്നു. പിന്നെ ഈ വർക്ക്ഷോപ്പിലോട്ട് കയറുന്നതിന് മുമ്പ് ഇങ്ങനെ സെലക്ഷൻ കിട്ടിയെന്ന് വിളിച്ച അമ്മ പറഞ്ഞു. കാറിലായിരുന്നു ഞാൻ സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് വന്നപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു മോളെ എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കിട്ടാന്ന്. അപ്പൊ ഞാൻ എപ്പോഴും അമ്മ എണീക്കണ്ടേ, രാവിലെ എണീക്കണ്ടേ, എനിക്ക് വയ്യ അമ്മ വേണ്ട പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് അന്ന് സങ്കടമായി. അപ്പൊ അമ്മയുടെ ഫോൺ അന്ന് ചെറുതായി താഴെ വീണുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പൊ അമ്മ പറയാ നീ കാരണം ഫോൺ താഴെ വീണേ, നീ അങ്ങനെ പറഞ്ഞ കാരണമാണ് എന്റെ ഫോൺ താഴെ വീണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പപ്പ പറഞ്ഞു എന്താ അമ്മയുടെ ഒരു ആഗ്രഹമല്ലേ അങ്ങ് പോയേക്കെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ കണ്ടു. ഓ അപ്പം ലൈക് ശിഖക്കുട്ടന്റെ എല്ലാ സക്സസിന്റെ പുറകിലും അമ്മയുടെ ആ ഒരു പുഷ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നല്ലോണം വിശ്വസിക്കുന്നുണ്ട് ഞാൻ. അമ്മയുടെയും പപ്പയുടെയും ചേട്ടന്റെയും ഭയങ്കരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ ആയിരിക്കും ഈ ഇരിക്കുന്നത് അല്ലേ ആന്റി? ഓക്കെ. അപ്പൊ അമ്മയാണ് ഒരു മേജർ സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ നിൽക്കുന്നത് അല്ലേ? അപ്പൊ അമ്മ ഇനി പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി എന്തായിരിക്കണം നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നൊക്കെ ഉള്ളത്. എന്താണ് അമ്മയുടെ ഒരു ആഗ്രഹം? അമ്മയുടെ ആഗ്രഹം ഞാൻ പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുക. അപ്പൊ അമ്മ പറയും എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം കേട്ടോ. പിന്നെ അമ്മ ഒരു മെഡിറ്റേഷൻ ക്ലാസ് ഉണ്ട്. അതായത് നമ്മുടെ സ്ട്രെസ്സൊക്കെ ഒന്ന് മാറി റിലാക്സ് ആവാനായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ ശ്രീവിദ്യ മാം ആണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അതിൽ ഞാനൊരു ദിവസം കാറിലായിരുന്നു. അമ്മ ക്ലാസ് വെച്ചോണ്ടിരിക്കുക. എവിടെയെങ്കിലും അമ്മ ആ ക്ലാസ് കാണും. അപ്പോൾ എനിക്കാണെങ്കിൽ പുച്ഛഭാവമായിരുന്നു. എന്താ ഒരു ക്ലാസ് അല്ലേ, പ്രത്യേകിച്ചിട്ട് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അമ്മ ഒരു ജിമ്മിലൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരാഴ്ച പിന്നെ കാല് വേദനിക്കുന്നേന്ന് പറഞ്ഞ് നിർത്തും. അങ്ങനെയാണ് എല്ലാത്തിലും. അപ്പൊ എൻ്റെ വിചാരിച്ചിട്ട് പുച്ഛഭാവം തന്നെയായിരുന്നു എനിക്ക് അപ്പോഴും. പക്ഷെ ആ ക്ലാസ് കേട്ടപ്പോൾ അതിൽ കുറച്ച് വേർഡ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞാൽ അത് സക്സസിലോട്ട് എത്തിക്കും. യെസ് ഐ ആം വിന്നിങ്, ഐ ആം ദ വിന്നർ, അത് സക്സസിലോട്ട് എത്തിക്കാം. പൈസ കിട്ടാനായിട്ട് ബ്രിങ് ഗോൾഡ് ക്ലൗഡ്സ് നൗ, പിന്നെ സോറി, പ്ലീസ് ഫോർ ഗീവ് മീ, താങ്ക് യു ആൻഡ് ലവ് യു, അങ്ങനത്തെ കുറച്ച് വേർഡ്സ് ഉണ്ട്. അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് അതിലോട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിപ്പോയി. അപ്പോൾ പിറ്റേ ദിവസം മുതൽ ഞാൻ ആ ക്ലാസ് കേട്ടില്ല, ആ വേർഡ്സ് പറയാൻ തുടങ്ങി. സ്കൂൾ ബസ്സിൽ കയറുന്നതിന് മുമ്പ് പറയാൻ തുടങ്ങി. അങ്ങനെ ആദ്യം ആ ക്ലാസ് കണ്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ മദർ തെരേസയുടെ അവാർഡിലെ ക്യാഷ് പ്രൈസ് കിട്ടി. ആ ക്യാഷ് പ്രൈസിൻ്റെ 50,000 രൂപയായിരുന്നു. 50,000 സെക്കൻഡ് പ്രൈസ്, ഫസ്റ്റ് പ്രൈസ് 1,00,000 അപ്പോൾ അതിൽ കിട്ടി. എനിക്ക് 5,000 രൂപ കിട്ടി. അതിൽ 5,000 രൂപയ്ക്ക് ഞാൻ 4 ഫോം വാങ്ങിച്ച് വയനാട്ടിലോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ഓഡീഷനിൽ പോയി. സെലക്ഷൻ കിട്ടിയിട്ടുണ്ടോന്ന് അറിയില്ല, എന്തായാലും സെലക്ഷൻ കിട്ടണമെന്ന് ആഗ്രഹം. കിട്ടട്ടെ. പിന്നെ ഇതിലോട്ട് വന്നു, അമ്മയിലോട്ട് വന്നു. പിന്നെ അതുപോലെ വൈറലായി ഇവിടെ ഇരിക്കുന്നു. അപ്പം അതൊക്കെ ആ വേർഡ്സ് കൊണ്ട് ഉണ്ടായതാന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ആ വേർഡ്സ് ഞാൻ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കും. അൺലിമിറ്റഡ് ആയിട്ട് യെസ് ഐ ആം വിന്നിങ്, ഐ ആം ദ വിന്നർ. അമ്മ എപ്പോഴും പറയും പറഞ്ഞു യെസ് ഐ ആം വിന്നിങ്, ഐ ആം ദ വിന്നർ, അങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്ന് പറഞ്ഞേ, എങ്ങനെയാണത് പറയുന്നത്? യെസ് ഐ ആം വിന്നിങ്, ഐ ആം ദ വിന്നർ, ബ്രിങ് ഗോൾഡ് ക്ലൗഡ്സ് നൗ, സോറി, പ്ലീസ് ഫോർ ഗീവ് മീ, താങ്ക് യു ആൻഡ് ലവ് യു. അങ്ങനെ അത് ഒരുപാട് സമയം പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ സ്കൂൾ ബസ്സൊക്കെ കഴിഞ്ഞാൽ അമ്മ ചെറുതായിട്ട് സ്കൂട്ടി കൊണ്ടാക്കും. അപ്പോൾ സ്കൂട്ടിയിൽ നിന്ന് റോഡ് എത്തുന്നവരെ ഒരെണ്ണം, അവിടുന്ന് ഒരു സ്ഥലം എത്തുന്നവരെ ഒരെണ്ണം, പിന്നെ അവിടുന്ന് അവിടെയും വരെ, പിന്നെ വെൽത്ത് ആൻഡ് സക്സസ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. സച്ച് an innocent girl കേട്ടോ. ഓക്കെ. പഠിക്കാനൊക്കെ എങ്ങനെയാണ് ശിവകുട്ടി? അയ്യോ, അത് ചോദിക്കണ്ടായിരുന്നു. പഠിക്കാൻ മോശമല്ല. LP-യിലൊക്കെ ആണെങ്കിൽ ഞാൻ സെക്കൻഡ് പ്രൈസ് ആയിരുന്നു ക്ലാസ്സില്. പക്ഷെ ഇങ്ങനെ വന്ന് താഴ്ന്നിട്ടൊന്നുമില്ല. പഠിക്കും. പഠിപ്പല്ല, ആ കൂട്ടത്തിൽ തന്നെ കൂട്ടുണ്ട്. ഓക്കെ. അപ്പം എന്തായാലും ഇപ്പം വൈറൽ താരമായിട്ട് നിൽക്കുകയാണ്. ലൈക് ഇനിയും ആ ഒരു താരപദവി ഉയർന്നുയർന്ന് വരട്ടെ, സിനിമയിൽ അഭിനയിക്കാൻ പറ്റട്ടെ, അമ്മയുടെ അച്ഛൻ്റെയും ശിഖയുടെ ഒക്കെ ആഗ്രഹം പോലെ ഒരു സിനിമാ നടി ആകട്ടെ. അപ്പൊ ഇതൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇന്റർവ്യൂ ഒക്കെ വരാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ. താങ്ക് യു. സോ എന്തായാലും ഇനിയും മമ്മൂക്കനെ കാണാനുള്ള അവസരമൊക്കെ ഉണ്ടാവട്ടെ. ലൈക് അപ്പൊ പറയാൻ പറ്റി എന്തെങ്കിലും ഒരു സാധനം പറയാൻ പറ്റിയില്ല എന്നുള്ളൊരു തോന്നൽ ഇപ്പൊ ഉണ്ടോ? അയ്യോ ഇത് ഇങ്ങനെ നമുക്ക് ചില സമയം കഴിയുമ്പോൾ തോന്നും അപ്പൊ ഇങ്ങനെ പറയായിരുന്നു, ഇങ്ങനെ ചെയ്യായിരുന്നു എന്നൊക്കെ നമുക്ക് പിന്നീട് തോന്നില്ല. എനിക്ക് അങ്ങനെ തോന്നിയില്ല. എനിക്ക് അത് പറഞ്ഞപ്പോ തന്നെ
ഭയങ്കര മമ്മൂക്കയോടൊക്കെ ഒരു വാക്ക് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയും വലിയൊരു കാര്യം തന്നെ ആയിരിക്കും. അപ്പൊ പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ വേറെ ഒന്നും എനിക്ക് പറയാൻ തോന്നിയില്ല. ആ ഒരു വാക്കുകൊണ്ട് തന്നെ ഇത്ര നിലയിലെത്താൻ സാധിച്ചാൽ തന്നെ ഭയങ്കര സന്തോഷം. അപ്പം വൈറൽ സ്റ്റാർ ആയി കഴിഞ്ഞു. അൾട്ടിമേറ്റ്ലി ഇപ്പൊ സ്കൂളിൽ പോകുമ്പോൾ ഒരു ഇമേജ് എന്താണ് ശേഖുട്ടി? ഇപ്പൊ എല്ലാവരും വൈറൽ ശിഖ എന്നാ വിളിക്കുന്നത്. സ്കൂൾ ബസ്സിലൊക്കെ ഒരു ചെറിയ ചെക്കൻ ഉണ്ടാവനൊക്കെ വൈറൽ ചേച്ചി തന്നെ കിടന്ന് വിളിക്കും. പിന്നെ അതുപോലെ തന്നെ സ്കൂളിലെ എല്ലാ ടീച്ചർമാർക്കും, എന്നെ മോളെ പോലെ കണ്ട എല്ലാവർക്കും, പിന്നെ എൻ്റെ ഫ്രണ്ട്സിനും, സ്കൂളിലെ എല്ലാ ഫ്രണ്ട്സിനും ഭയങ്കര താങ്ക്സ് പറയാനുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ ഒരുപാട് പേര് ഇങ്ങനെ ഷെയർ ചെയ്ത് ഒരുപാട് പേര് ഇട്ടുണ്ടായിരുന്നു, പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കണ്ടന്റ് കൊടുത്തിങ്ങനെ നല്ല ക്യൂട്ട് കൊച്ച്, നിഷ്കളങ്കത, മിടുക്കി അങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം എനിക്ക് തോന്നാണ്. സോ അന്ന് അമ്മയുടെ പ്രോഗ്രാമിന് പോയപ്പോൾ മമ്മൂക്കാനെ കണ്ടു. അതല്ലാതെ വേറെയും സെലിബ്രിറ്റീസ് അവിടെ ഉണ്ടായിരുന്നില്ലേ? സരയ മാം, അനന്യ മാം, അപ്പുച്ചേട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ വിനുചേട്ടൻ്റെ വൈഫ്, അങ്ങനെ ഒരുപാട് പേര് എന്നെ ഹഗ് ചെയ്തു. അതുപോലെ തന്നെ അനുഗ്രഹം വാങ്ങിച്ചു. അതുപോലെ സിദ്ദിഖ് സാർ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം സിദ്ദിഖ് സാറിനെ പോയി അനുഗ്രഹിച്ചപ്പോൾ അനുഗ്രഹം വാങ്ങിയപ്പോൾ പറഞ്ഞു എൻ്റെ കാലൊന്നും തൊടണ്ട, ഞാൻ നെഞ്ചോട് ചേർത്തുള്ള അനുഗ്രഹം തരാനും ഭയങ്കര കെട്ടിപ്പിടിച്ചു. അപ്പൊ അത് തന്നെയായിരുന്നു എനിക്ക് കൂടുതലായിട്ട്. പിന്നെ ബേസിൽ സാർ ഉണ്ടായിരുന്നു, ബേസിൽ സാറിനെ ഹഗ് ചെയ്തു. ബേസിലേട്ടൻ്റെ ചിരി എൻ്റെ പൊന്നു, എൻ്റെ നെഞ്ചത്ത് തറച്ചു കയറിയ ചിരി, ഐ സ്മൈൽ എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ചിരിയായിരുന്നു. അപ്പൊ മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, 2 ദിവസം എൻ്റെ ലൈഫില് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക് നിങ്ങളുടെ ആ ഒരു അഭിനയ ഈ ഒരു ബാച്ചിലെ ഏറ്റവും ഇളയ ആളല്ലേ? അല്ല, ഇളയ ആളല്ല. അത് എന്നിപ്പോഴത്തെ ഏജുള്ള ഒരു 2 കൊച്ചുങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു കുട്ടി ഉണ്ടായിരുന്നു അവിടെ തന്നെയായിട്ട്, ചെറിയ കുട്ടിയാണ്. അപ്പോൾ അവൻ ഇതുപോലെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം ഇറങ്ങിയ വാഴ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു വലിയ ക്യാരക്ടറിൻ്റെ ഒരു ചെറിയ കഥാപാത്രം ആ കുട്ടി ചെയ്തു. അപ്പോൾ അതൊക്കെ കാണുമ്പോഴും ഭയങ്കര സന്തോഷമായിട്ട് അല്ലേ? ഓൾറൈറ്റ്. അപ്പം എന്തായാലും ശിഖക്കുട്ടി, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ അപ്കമിങ് വെഞ്ചേഴ്സ്. ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പറയാം. ഗോഡ് ബ്ലെസ് യു.